Hello everyone, welcome to Expert Gyan Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടാലിയിൽ ഒരു എൻട്രി നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് ഹൈഡ് ചെയ്ത എൻട്രീസ് നമുക്ക് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡേ ബുക്ക് എടുത്തിട്ടുണ്ട്. 1st October 2020 ഡേ ബുക്കാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ചില എൻട്രീസ് എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് Alt+R. Alt+R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എൻട്രീസും ഹൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ Alt+U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്ത ഓരോ ഐറ്റത്തിനെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇത് ഏത് കേസിലാണ് യൂസ്ഫുൾ എന്ന് ഒന്ന് നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ മിസ്റ്റർ സിയുടെ ഒരു ലെഡ്ജർ എടുത്തു. അപ്പോൾ ഈ ലെഡ്ജറിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം താഴെ ഇതിൻ്റെ ടോട്ടൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിൽ ചിലപ്പോൾ ഈ ഒരു 5000 കുറയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ടോട്ടൽ ചെയ്യണം, പക്ഷേ ഈ ഒരു എൻട്രി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ എന്താവും, താഴത്തെ ടോട്ടലും അതിനനുസരിച്ച് മാറും. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ. അപ്പം നമുക്ക് ആവശ്യമുള്ള എൻട്രീസ് മാത്രം നമുക്ക് വെക്കാം, എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ നോക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് Alt+U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും, നമ്മളുടെ എൻട്രീസ് എല്ലാം തിരിച്ച് ഓരോന്നും കൊണ്ടുവരാനും പറ്റും, ഇപ്പോൾ ഹൈഡ് ചെയ്തതെല്ലാം. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ കാണാം. അതായത് ഇവിടെ ഇപ്പോൾ മന്ത്ലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മന്ത്ലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്ത എൻട്രീസ് എല്ലാം ഒരു മന്ത്ലി ബേസിൽ കിട്ടും. ഇത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ഇതേപോലത്തെ ഒരു മന്ത്ലി, ഇപ്പം ഇനി അതല്ല ക്വാർട്ടർലി ടൈപ്പ് വേണം. അപ്പം ആ രീതിയിലും നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ റിസൾട്ട് നമുക്ക് കിട്ടും.